ആഗോള ഊർജ വിപണിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ വൻ സംഘർഷം വിതച്ചുകൊണ്ട് രണ്ട് കൂറ്റൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാന്റെ വൻ നാവികയാക്രമണം. തെക്കൻ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഞായറാഴ്ച രാത്രി വൈകിയാണ് രണ്ട് എണ്ണക്കപ്പലുകൾ ശക്തമായ സ്ഫോടനത്തോടെ തകർന്നതും തുടർന്ന് ഇവയുടെ യാത്ര പൂർണ്ണമായി തടസ്സപ്പെട്ടതും. ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വന്നത്. അമേരിക്കൻ നാവികസേനയുടെ കൺമുൻപിൽ വെച്ചാണ് ഈ നീക്കം നടന്നത് എന്നത് മിഡിൽ ഈസ്റ്റിലെ പുതിയ യുദ്ധമുഖം തുറക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം തകർന്ന കപ്പലുകൾ അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കും നിർബന്ധത്തിനും വഴങ്ങിയാണ് ഈ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചതെന്ന് IRGC വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെയും ഇറാന്റെ മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ നിരീക്ഷണത്തിലും സംരക്ഷണത്തിലുമായിരുന്നു ഈ കപ്പലുകൾ നീങ്ങിയത്. എന്നാലും അമേരിക്ക നൽകിയ ഈ കാവൽ വലയത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇറാന്റെ നാവികസേന അതിശക്തമായ രീതിയിൽ കപ്പലുകളെ ആക്രമിച്ചതും അവയ്ക്ക് തീയിട്ടതും. ഈ വൻ ആക്രമണത്തിന് പിന്നാലെ ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടുള്ള കടുത്ത ഭീഷണിയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ടത്. ഇനി മുതൽ ഹോർമുസ് കടലിടുക്കിലൂടെ രാസവളങ്ങളോ ഒരൊറ്റ തുള്ളി ക്രൂഡ് ഓയിലോ അല്ലെങ്കിൽ പ്രകൃതിവാതകമോ കടത്തിവിടാൻ തങ്ങൾ അനുവദിക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ജലപാത ഇനി മുതൽ ഇത്തരം ചരക്കു നീക്കങ്ങൾക്ക് ഒട്ടും സുരക്ഷിതമായിരിക്കില്ല എന്ന ഇറാന്റെ അന്ത്യശാസനം ആഗോള വിപണിയിൽ വൻ വിലക്കയറ്റത്തിനും ഇന്ധന പ്രതിസന്ധിക്കും കാരണമാക്കുമെന്ന ഭീതി പരത്തുന്നുണ്ട്. ബ്രിട്ടീഷ് നാവികസേനയുടെ കീഴിലുള്ള UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് നേരത്തെ പുറത്തുവിട്ട അടിയന്തര മുന്നറിയിപ്പ് സന്ദേശങ്ങൾക്ക് പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഔദ്യോഗിക സ്ഥിരീകരണം വന്നത്. ഒമാന്റെ തീരപ്രദേശമായ കുംസാറിൽ നിന്നും ഏകദേശം 8 നോട്ടിക്കൽ മൈൽ വടക്കു പടിഞ്ഞാറായി ഒരു ചരക്കു കപ്പൽ വലിയ രീതിയിൽ തീ പിടിച്ച നിലയിൽ കണ്ടെത്തിയതായി UK MTO റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കപ്പലിൽ നിന്നും വലിയ തോതിൽ പുകയുയർന്നതായും അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചതായുമുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് തങ്ങൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് ഇറാൻ വ്യക്തമാക്കിയത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ 1/5 കടന്നു പോകുന്ന അതീവ തന്ത്രപ്രധാനമായ ഒരു കനാൽ മേഖലയിലാണ് ഇപ്പോൾ ഇറാൻ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന് മേഖലയിലുള്ള സ്വാധീനം പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഈ സാഹസിക നീക്കത്തിന് മുതിർന്നത്. തങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾക്ക് കപ്പലുകൾ പിടിച്ചെടുത്തും തകർത്തും മറുപടി നൽകുക എന്ന തന്ത്രമാണ് ടെഹ്റാൻ ഇപ്പോൾ പയറ്റുന്നത്. ഈ ആക്രമണം അമേരിക്കൻ നാവികസേനയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള വിശ്വാസ്യതയ്ക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. കപ്പലുകൾക്ക് തങ്ങൾ സംരക്ഷണം നൽകുമെന്ന് വാഷിംഗ്ടൺ ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും അവരുടെ മൂക്കിന് താഴെ വെച്ച് ഇറാന്റെ കമാൻഡോകൾ ആക്രമണം നടത്തിയത് പെന്റഗണിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകൾക്ക് പോലും ഹോർമുസ് ജലപാതയിലൂടെയുള്ള ചരക്കു നീക്കത്തിന് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇതോടെ വെളിപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടം ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും മിഡിൽ ഈസ്റ്റിന്റെ വരും ദിവസങ്ങളിലെ അവസ്ഥ. കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ വെറുമൊരു ഭീകരവാദ പ്രവർത്തനമായി കണ്ടൊതുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. തങ്ങളുടെ സഖ്യകക്ഷികളുടെയും അന്താരാഷ്ട്ര വ്യാപാര പങ്കാളികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക നടപടിക്ക് അമേരിക്ക മുതിരുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സ്ഫോടനത്തെ തുടർന്ന് കപ്പലുകളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെയും ജീവനക്കാരുടെയും പരിക്കുകളുടെയും കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. കപ്പലുകൾക്ക് തീപിടിച്ചതിനെ തുടർന്ന് കടലിലേക്ക് എണ്ണ ചോരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് വലിയൊരു പരിസ്ഥിതി ദുരന്തത്തിലേക്ക് എത്തും. ഒമാൻ UAE തീരങ്ങളിലെ നാവിക ഗതാഗതത്തെ ആഴ്ചകളോളം സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്കും അത് നയിച്ചേക്കാം. ഈ പെട്ടെന്നുള്ള സൈനിക നീക്കത്തിലൂടെ മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാജ്യങ്ങൾക്കും ഇറാൻ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കയുമായി കൈകോർത്ത് ഇറാന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളെ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുന്നതിലൂടെ ഇല്ലാതാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ഇതോടെ മേഖലയിലെ സൗദി അറേബ്യ UAE തുടങ്ങിയ പ്രമുഖ ശക്തികളും അതീവ ജാഗ്രതയിലാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഈ വാർത്തയുണ്ടാക്കിയ ചലനങ്ങൾ വളരെ വലുതാണ്. ഏഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കുമുള്ള എണ്ണക്കപ്പലുകൾ വലിയ തോതിൽ കടന്നു പോകുന്ന പാതയടയ്ക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ക്രൂഡ് ഓയിൽ വിലയിൽ പെട്ടെന്നുള്ള വർധനവിന് കാരണമായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ.
ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് മുൻകാലങ്ങളിലും ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ തുള്ളി ഇന്ധനം പോലും കടത്തിവിടില്ലെന്ന ഈ പ്രഖ്യാപനം സമാനതകളില്ലാത്തതാണ്. ഇത് കേവലം ഒരു ഭീഷണിയല്ലെന്നും തങ്ങൾ അതിന് സജ്ജമാണെന്നും കാണിക്കാനാണ് ഒരേ സമയം 2 കപ്പലുകളെ ലക്ഷ്യമിട്ട് അവർ സ്ഫോടനം നടത്തിയത്. അത്യാധുനിക ഡ്രോണുകളും ആന്റി ഷിപ്പ് മിസൈലുകളും അവരുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷിയുടെ തെളിവാണ്. വാഷിംഗ്ടണിൽ ഈ സംഭവം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് തിരികൊളുത്തിയത്. അമേരിക്കൻ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട വിദേശ നയത്തെ പ്രതിപക്ഷം ശക്തമായി വിമർശിക്കുന്നുണ്ട്. ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ മാത്രം ഏർപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ലെന്നും തങ്ങളുടെ നാവികശേഷി ഉപയോഗിച്ച് ജലപാതകളുടെ സുരക്ഷ തിരിച്ചു പിടിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ അമേരിക്കൻ കോൺഗ്രസിൽ ഉയർന്നു കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയനും ഈ വിഷയത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിലേക്ക് നീങ്ങുന്ന അന്തരീക്ഷം ഒഴിവാക്കാൻ ഇരുവിഭാഗവും നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അമേരിക്കയുടെയും ഇറാന്റെയും കടുപ്പമേറിയ നിലപാടുകൾ ചർച്ചകൾക്കുള്ള വാതിലുകൾ പൂർണ്ണമായും കൊട്ടിയടയ്ക്കുന്ന രീതിയിലാണുള്ളത്. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ യാത്രകൾ കമ്പനികൾ കൂട്ടത്തോടെ റദ്ദാക്കാൻ സാധ്യതയുണ്ട്. ഇൻഷുറൻസ് തുക കുതിച്ചുയരുന്നതും സുരക്ഷാ ഭീഷണിയും കാരണം ചരക്ക് കപ്പലുകൾ ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റിയുള്ള നീണ്ട പാതകൾ തെരഞ്ഞെടുക്കാൻ നിർബന്ധിതരായേക്കാം. ഇത് അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് വലിയ ചെലവുകൾക്കും സാധനങ്ങളുടെ ദൗർലഭ്യത്തിനും വഴിമാറും. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ കാവലിൽ നീങ്ങിയ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ഈ വൻ സ്ഫോടനം കേവലം ഒരു തദ്ദേശീയ സംഘർഷമല്ല. അത് അമേരിക്കയുടെ ആഗോള മേധാവിത്വ വെല്ലുവിളികൾക്കെതിരെ ഇറാൻ നടത്തുന്ന ശക്തമായ പ്രതിരോധത്തിന്റെ ഭാഗമാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് മിഡിൽ ഈസ്റ്റിലെ സമാധാനാന്തരീക്ഷം തകർത്തെറിഞ്ഞ ഈ സംഭവം ലോകത്തിന്റെ വലിയൊരു യുദ്ധത്തിന്റെ നിഴലിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് എന്നതിൽ സംശയമില്ല.